ഇന്ന് നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് കോംബോ ആയിട്ടുള്ള ഇറാനി ചായയും മസ്ക ബണ്ണും ഉണ്ടാക്കിയാലോ. ഇറാനി ചായനെ ഹൈദരാബാദി ദം ടീ എന്നും പറയും കേട്ടോ. കാരണം അത് ഈ ഒരു ചായ നമ്മൾ ദമ്മാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ചായ പാത്രത്തിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. 2.5 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 2.5 ടീസ്പൂൺ ചായയില കൂടി ഇട്ടിട്ട് ദമ്മാക്കി നമ്മൾ മൂടി വെച്ചിട്ട് തീരെ എയറൊന്നും പോവാത്ത രീതിയിൽ ഇതുപോലെ എയർ ടൈറ്റായിട്ട് മൂടി വയ്ക്കണം. അഥവാ എയർ പോകുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് കുറച്ച് ചപ്പാത്തിയുടെ മാവോ അല്ലെങ്കിൽ മൈദ മാവോ ഒക്കെ കുഴച്ചിട്ടൊന്ന് ഒട്ടിച്ച് വെച്ചാൽ മതിയാവും. അങ്ങനെ ലോ ഫ്ലെയിമിലാക്കി വെക്കുക. എന്നിട്ടൊരു 20-25 മിനിറ്റോളം ഇതുപോലെ ദമ്മാക്കി മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ 25 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ദമ്മ് നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഫ്ലെയിം ഓഫാക്കി വെക്കുകയും ചെയ്യാം. ഇതാണ് നമ്മുടെ ഡിക്കോഷനായിട്ട് വരുന്നത്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ചിലർ ഏലക്കായ ഈ വെള്ളത്തിലേക്ക് ഇട്ട് തിളപ്പിച്ച് വേവിക്കുന്നത് കാണാം. അത് പക്ഷേ അങ്ങനെ ചെയ്യരുത്. അപ്പോൾ അതൊരു ഏലക്കായ ടീയുടെ ഒരു ടേസ്റ്റൊക്കെയാണ് വരിക. അപ്പോൾ നമ്മൾ ഏലക്ക എവിടെ ചേർക്കേണ്ടതെന്നൊക്കെ കാണിച്ചു തരാം. നമുക്കൊരു പാല് കാച്ചാം. പാലൊരു പ്രത്യേക സ്റ്റൈൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഫുൾ ഫാറ്റ് മിൽക്ക് ഉണ്ടെങ്കിൽ അതെടുക്കാം. അല്ലെങ്കിൽ സാധാരണ പാലായാലും കുഴപ്പമില്ല. അത് നമുക്ക് 1/2 ലിറ്ററാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതിലേക്ക് ജാതിക്ക ചെറിയ 2 കഷ്ണമാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോഴാണ് അതിലേക്ക് ആ ഒരു ഫ്ലേവർ ഇറങ്ങുക. ഒരു ലൈറ്റ് ഫ്ലേവർ വേണ്ടോ. അതുപോലെ തന്നെ 2 ഏലക്കായും ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്ര തന്നെ വേണ്ടോ. ഇനി നമുക്ക് ഇതൊന്ന് പാതിയാക്കിയിട്ടൊന്ന് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് പാതിയായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ പാട കെട്ടില്ല. ഇങ്ങനെ വറ്റി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ പാലും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അരിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ് വേണ്ടത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആ പാടയൊന്നും വരാതെ നോക്കണം കേട്ടോ. ആ പാടയൊക്കെ നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി നന്നായി പിഴിഞ്ഞ് ആ സത്തെല്ലാം ആ ഫ്ലേവറൊക്കെ അതിലേക്ക് തന്നെ ഒഴിച്ച് മൂടി വയ്ക്കാം. ഇനി നമുക്ക് 2 ബണ്ണാണ് എടുത്തിട്ടുള്ളത്. ഈ ബണ്ണ് ചെറുതായിട്ടൊന്ന് ചൂടാക്കി വയ്ക്കുക. അത്രയേ ഉള്ളൂ. ഇനിയൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 75 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. ബട്ടർ റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഫ്രിഡ്ജിലാണെങ്കിൽ കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ചിട്ട് സോഫ്റ്റ് ആയതിന് ശേഷം ഇതുപോലെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ബീറ്റ് ചെയ്താലാണ് നല്ല ലൈറ്റായിട്ട് ഇത് വരണം. ഇതിൻ്റെ ടേസ്റ്റും ഒരു വ്യത്യാസമായിട്ട് വരും. നല്ല എയറി ആയിട്ട് വരും. അങ്ങനെ എയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് 1/4 കപ്പ് ഐസിങ് ഷുഗറാണ് കേട്ടോ. അതിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വാനില എസൻസ്, ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നല്ല ലൈറ്റായിട്ടിരിക്കും ഇതിൻ്റെ ടെക്സ്ചർ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനും. ഇപ്പോൾ ഐസിങ് ഷുഗർ ഇല്ലാന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീം വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് അതിൻ്റെ ഒപ്പം മിക്സ് ആക്കിയിട്ട് എടുത്താലും മതി. കുറച്ച് പഞ്ചസാരയും കൂടി ആവശ്യത്തിന് ചേർക്കാം. ഇത്രയും വേണ്ടോ. അപ്പോൾ ഒരു ലൈറ്റായിട്ടിരിക്കും. ഇത് വായിൽ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അത് ഇതുപോലെ ബണ്ണിലേക്ക് തേച്ച് പിടിപ്പിക്കുക. ചുറ്റിനും ബണ്ണിൻ്റെ ഇതുപോലെ തേക്കുക. പിന്നെ ഈ ഇറാനി ചായ ഉണ്ടല്ലോ, നമ്മൾ ഈ കഴിക്കുന്ന നേരത്താണ് അത് ഇതുപോലെ മിക്സ് ആക്കുക. ഡിക്കോഷൻ 1/2 ഗ്ലാസ് ഒഴിക്കുക. അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് പാല്, നമ്മുടെ ക്രീമി പാൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതെങ്ങനെയാണ് കഴിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബണ്ണെടുക്കുക, നമ്മുടെ മസ്ക ബണ്ണെടുത്ത് അതിലേക്ക് മുക്കി കഴിക്കുക. അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.